അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിലെ ഒരു ശാന്തമായ ഭാഗത്തുള്ള ആ ഒരു ചെറിയ പള്ളി. ആ പള്ളിയിൽ സൗദ റൂമിൽ. വലിയ കെട്ടിടങ്ങളൊന്നും അടുത്തൊന്നുമില്ല. ലളിതമായൊരു മതില്, പച്ചപ്പുള്ളൊരു പറമ്പ്, ഒപ്പം ഒരു ചെറുമുറി. അവിടെ തന്നെയായിരുന്നു, ആ പള്ളിയിലെ ചെറുമുറിയിലായിരുന്നു സൗദക്ക് ഉസ്താദ് താമസമൊരുക്കിയത്. തൻ്റെ റൂം അവൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. താൻ ആരെങ്കിലും സംരക്ഷിച്ചു കഴിഞ്ഞാൽ പടച്ചിറപ്പ് അതിനുള്ള പ്രതിഫലം എനിക്ക് തരുമല്ലോ എന്ന് കരുതിയിട്ട്, അവളുടെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ റൂം കൊടുത്തതായിരുന്നു. ഉസ്താദ് നൽകിയ ചെറിയ മുറിയിൽ സൗദ ഒറ്റക്കായിരുന്നു. മുറിയുടെ ഒരു കോണിൽ ചെറിയ കിടക്ക, മറുവശത്ത് ഒരു പഴയ അലമാര. എങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പഴയ പള്ളിയിലെ ചെറിയ റൂം കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. പുറത്തു നിന്നും കേൾക്കുന്നത് പക്ഷികളുടെ ശബ്ദവും ഇടയ്ക്കിടെ കാറ്റ് തട്ടുന്ന ജനൽ ചില്ലിൻ്റെ ചിറകുമായിരുന്നു. എന്നാൽ അപ്പോഴായിരുന്നു അവൾ നിസ്കാരപ്പായിലിരിക്കുമ്പോൾ ആ ഒരു ശബ്ദം കേട്ടത്. വാതിൽ മുട്ടുന്ന ശബ്ദം. സൗദയുടെ ഹൃദയം ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നി. റബ്ബേ, ആരാവും വാതിലിന് മുട്ടുന്നത്? പല സാമൂഹ്യദ്രോഹികളുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അവൾ വിചാരിച്ചു. കണ്ണുകൾ വാതിലിലേക്ക്. റബ്ബേ, തുറക്കണോ? അവൾ കൈകൾ വിറച്ച് എഴുന്നേറ്റു. പതുക്കെ നടന്ന് വാതിലിനരികിലേക്ക് ചെന്നു. ആരാണ്? അവൾ വാതിൽ തുറക്കുന്നതിന് മുമ്പായിട്ട് ചോദിച്ചു. എന്നാൽ ഇത് ഞാനാണ്, ഉസ്താദ്. ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. റബ്ബേ. അവൾ വാതിൽ തുറന്നു. ഉസ്താദിൻ്റെ മുഖത്ത് കരുതലുണ്ടായിരുന്നു. മോളെ, ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്കൊന്ന് പോകാനിരിക്കുകയാണ്. അദ്ദേഹം മൃദുവായി പറഞ്ഞു. നിൻ്റെ ഉപ്പയുടെ പേര് മുഴുവനായി ഒന്ന് പറഞ്ഞു തരുമോ? ഇനീഷ്യലും കൂടി. ഞാൻ ഇൻഷാ അല്ലാ എങ്ങനെയെങ്കിലും അന്വേഷിക്കാൻ ശ്രമിക്കാം. കിട്ടിയാൽ നിൻ്റെ ഉപ്പയുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. സൗദിയുടെ കണ്ണുകൾ നനഞ്ഞു. അബൂബക്കർ അവൾ മന്ദമായി പറഞ്ഞു. മലപ്പുറം ഭാഗത്തുകാരനാണ്, പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് കുറച്ചു കാലം മാത്രമാണ്. ഉസ്താദ് ശ്രദ്ധയായി കേട്ടു. വീണ്ടും ഉറപ്പാക്കി ചോദിച്ചു. ഒന്ന് കുറിപ്പായി എഴുതി തരുമോ? അവൾക്ക് നേരെ ഒരു ഡയറിയിൽ നിന്നൊരു പേജും ഒരു പേനയും അദ്ദേഹം നൽകിക്കൊണ്ട് പറഞ്ഞു. ഇതിലെഴുതിക്കോളൂ. നീ വിഷമിക്കണ്ട, അള്ളാഹു കരുണാനിധിയാണ്. ധൈര്യമായി എഴുതിക്കോളൂ, ഒന്നും വിഷമിക്കണ്ട. സ്നേഹത്തോടെ ഒരു ആങ്ങളയുടെ കരുതലിൽ നിന്നുകൊണ്ട് ആ ഉസ്താദ് തന്നേക്കാൾ പ്രായം കുറവാണെങ്കിലും അത്രക്കൊരു കരുതലായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. അവൾ എഴുതി കൊടുത്തു. അബൂബക്കർ കെ. അങ്ങനെ ഉസ്താദ് ആ ഒരു പേപ്പറുമായി പള്ളി വിട്ടിറങ്ങുന്നു. പിന്നെ സൗദ, ആരൊക്കെ തന്നെ വന്നാലും ഈ റൂം തുറക്കണ്ട കേട്ടോ. പള്ളിയാണ്, ആളുകൾ വരും, നിസ്കരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നീ ഉളുഹ് ചെയ്തിട്ട് റൂമിനകത്തേക്ക് തന്നെ പോയിക്കോളൂ. കാരണം അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നോളൂ. പിന്നെ നോമ്പല്ലേ, ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നോമ്പ് തുറക്കാനാകുമ്പോഴൊക്കെ ഞാൻ എത്തണ്ട്. ആര് വന്ന് ചോദിക്കുകയാണെങ്കിലും ആരാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം വാതിൽ തുറക്കാനേ പാടുള്ളൂ. ആരും വരാൻ ചാൻസ് ഇല്ലല്ലോ നിന്നെ ഇവിടെ തേടിയിട്ട്? ഇല്ല. എന്നാൽ പോയിക്കോളും. ചാവി ഈ റൂമിൻ്റെ കേട്ടോ. പിന്നെ മറ്റേത് ഓപ്പൺ ആയിരിക്കും, പള്ളി ആയതുകൊണ്ട് ആളുകൾ ചിലപ്പം ഖുർആൻ ഓതാനൊക്കെ വന്നെന്നിരിക്കും. ഇന്ന് ളുഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുക മറ്റൊരു ഉസ്താദായിരിക്കും. അതൊന്നും നീ നോക്കണ്ട. ഇവിടെ ഉള്ളിലേ കുറ്റിയിട്ടിരുന്നോ? ഓക്കെ, എന്നാൽ ശരി. പിന്നെ ഇൻഷാ അല്ലാ തിരിച്ചു വരാം. ഞാൻ ഈ അഡ്രസ്സിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എനിക്ക് ആകെപ്പാടെ ടെൻഷന്. കാരണം നിങ്ങളിവിടെ പാർപ്പിച്ചു എന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉസ്താദ് അവളെ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് സാന്ത്വനിപ്പിച്ച് ഉസ്താദ് പള്ളിയിൽ നിന്നിറങ്ങുന്നു. ആ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഉസ്താദിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അല്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. ഉസ്താദ് വീണ്ടും പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കി. ആ പള്ളിക്കകത്ത് ആ ചെറിയ കൊച്ചു റൂമിൽ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം തോന്നി. അല്ലാ, നീ ഉണ്ടല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിർത്തിയെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ ഉസ്താദ് പുറത്തേക്കിറങ്ങി.
ഉസ്താദ് ആദ്യം സമീപ മഹല്ലുകളിലേക്കാണ് പോയത്. ഓരോ പള്ളിയിലും നമസ്കാരത്തിന് ശേഷവും ആളുകളോട് ചോദിച്ചു കൊണ്ടിരുന്നു, ഇവിടെ അബൂബക്കർ എന്നു പേരുള്ള ആരെങ്കിലും ഉണ്ടോ? പള്ളികൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഉസ്താദ് നീങ്ങിയത്. മലപ്പുറം ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ വന്നതാണെന്ന് തോന്നുന്നു. കുടുംബം നാട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഫാമിലി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ചിലർ തല കുനിച്ചു. ചിലർ പറഞ്ഞു, ആ ഇവിടെ ആ പേരിൽ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. എന്നാൽ ചിലർ പറയുന്നു അറിയില്ല എന്ന മറുപടി. അദ്ദേഹം അവിടെ നിർത്തിയില്ല. അത് വീണ്ടും അടുത്ത പള്ളി ലക്ഷ്യമാക്കി നീങ്ങി. അത് കാരണം ഈ ഒരു പേരും ഒരു ഇനീഷ്യലും കിട്ടിയത് കൊണ്ട് മാത്രം ഒരു പക്ഷേ എല്ലാം അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് പള്ളിയിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. അവിടെയുള്ള കാര്യങ്ങളോ എല്ലാം മഹല്ല് ഒക്കെ അന്വേഷിച്ച് അപ്പോഴൊന്നും ആളെ കിട്ടിയില്ല. എന്നാൽ ഉസ്താദ് തൻ്റെ പഴയ കൂട്ടുകാരനെ വിളിക്കുന്നു. തൻ്റെ സീനിയറായിരുന്നു, ഒരുമിച്ച് ദർസിൽ പഠിച്ചിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് സീനിയറാണ്, എങ്കിലും നല്ല സൗഹൃദമാണ്. മലപ്പുറത്ത് താമസിക്കുന്ന സുഹൃത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോണ്ടേ നമ്പറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചില നമ്പറുകളൊക്കെ ജിമെയിൽ ഐ ഡിയിൽ ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല. അല്ല, എനിക്ക് ആളങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ല. എൻ്റെ പൊന്നു ഫൈസിസ്താദേ, നിങ്ങൾ നമ്മളെ മറന്നോ? ശബ്ദം കേട്ടിട്ട് നന്നായിട്ട് പരിചയമുള്ള പോലെയുണ്ട്. ഞാനിപ്പോൾ എന്നാൽ ആ ശബ്ദം കേട്ട് ഫൈസി ഉസ്താദ് തിരിച്ചറിയുകയായിരുന്നു. ഉസ്താദേ, എന്നെ മനസ്സിലായില്ല നിങ്ങൾക്ക്? അത് ഇങ്ങളെ ദർസിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാഫിയാകാൻ പോയി. പഠിച്ചോനെ, ഷാഹുൽ വാഫി അല്ലേ? ശരിക്കും ഫൈസി ഉസ്താദ് ഞെട്ടിപ്പോവുകയായിരുന്നു. ഷാഹുൽ, എവിടെ മോനെ നീയേ? സത്യം പറഞ്ഞാൽ നിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക്. അല്ല, ഇപ്പോൾ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, ചെറുതായിട്ടൊക്കെ. ആ, ഇവിടെ പള്ളിയിലൊക്കെ ആകുമ്പോൾ നല്ല പ്രഭാഷകനായിരുന്നല്ലോ കുട്ടി. ഷാഹുൽ വാഫി, അതെ, അതായിരുന്നു ആ ഉസ്താദിൻ്റെ പേര്. ആ ഉസ്താദിന്, ഫൈസി ഉസ്താദിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയായിരുന്നു. അല്ല ഷാഹുൽ, എവിടെയാണ് ഇപ്പോൾ? ഞാനിവിടെ കോയമ്പത്തൂരാണ്. ആണോ? മാഷാ അല്ലാ. എന്താ, ഞാൻ പള്ളിയായിട്ട് നിൽക്കുകയാണ്. പള്ളി കൊത്തുബ കാര്യങ്ങൾ തറാവിഹ് എല്ലാം ഉണ്ട്. ആ, ഓക്കെ. എന്തായി, കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ, ഒന്ന് നോക്കണ്ടേ? ആ, എന്നാൽ ഈ സമയം ഷാഉൽ വാഫി ഈ ഒരു കാര്യം അവരോട് പറയുകയായിരുന്നു. ഫൈസിസ്താദെ, ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. അതായത് നിങ്ങളിപ്പോൾ മലപ്പുറത്താണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് അല്ലേ? ഇവിടെ കോയമ്പത്തൂരിൽ ഒരു പെൺകുട്ടി എത്തിപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-20, എൻ്റെ ഒരു 1-2 വയസ്സിനൊക്കെ മൂപ്പ് തോന്നും. ഒരു 26-27 ഉള്ള ലെവൽ, 26 ഒക്കെ എന്തായിട്ടുണ്ടാവുമായിരിക്കും. 25-26 ആയിരിക്കും എൻ്റെ ഒരു ഊഹാപോഹത്തിൽ കേട്ടോ. എങ്ങനെ എനിക്കറിയില്ല. ഇവരുടെ ഉപ്പയുടെ പേര് അബൂബക്കർ എന്നാണ്, അബൂബക്കർ കെ എന്നാണ്. മലപ്പുറം ഭാഗം ആണ്. മലപ്പുറം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ കോയമ്പത്തൂർ സെറ്റിൽഡ് ആയിട്ടുണ്ട്. 2 ഫാമിലി ഉണ്ട് അവിടെയും ഇവിടെ നിന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കുട്ടിയെ, ഈ ഒരു ഇക്കയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ശരിക്കും ഉസ്താദിന് അത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അത്രമാത്രം ഞാൻ നോക്കട്ടെ എന്നാലും ഇൻഷാ അല്ലാ. ഇത് കോയമ്പത്തൂരാണെങ്കിൽ ഞങ്ങളിവിടെ മലപ്പുറത്തല്ലേ, ഇവിടെ ആ പേരിൽ പലരും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് അബൂബക്കറൊക്കെ ഉണ്ടാവും. എന്നെക്കൊണ്ട് കഴിയണത്ര ഞാൻ അന്വേഷിക്കാം. എന്തൊക്കെ തന്നെ നീ വിവരങ്ങൾ അയച്ചു കൊടുക്കും കേട്ടോ. അബൂബക്കർ കെ അല്ലേ? ഞാൻ ഈ ഭാഗത്തുനിന്ന് അന്വേഷിക്കട്ടെ. അവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് വന്നിക്കണോ അറിയില്ല. എന്തൊക്കെ തന്നെയാലോ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അങ്ങനെ അത് ഉസ്താദ് ഫോൺ വെച്ചു. ഇക്ക, സമീർ അങ്ങോട്ട് വന്നു ഫൈസി ഉസ്താദിന് അരികിലേക്ക്. ആ, എല്ലാവരും വിളിച്ചത് ആരെ കാണാനല്ലെന്നൊക്കെ പറഞ്ഞതാരാ? ആ, അത് അബൂബക്കർ കെ എന്ന് പറഞ്ഞ ഒരുത്തനെ കാണാനില്ല. അദ്ദേഹം കോയമ്പത്തൂരാണെന്നൊക്കെ പറയാൻ കഴിഞ്ഞത്. അത് ഇവിടെ അദ്ദേഹം ഉണ്ട്. അതിനെക്കുറിച്ച് വിവരം അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. ഇക്കൊക്കെ അറിയോ? എനിക്ക് അത്ര അങ്ങ് പരിചയമില്ല. ഞാൻ ചോദിച്ചു നോക്കാം ഏതായാലും ഇൻഷാ അല്ലാ കേട്ടോ. കാരണം ഇവിടെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ.
പിന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് പള്ളിയിലൊന്ന് അനൗൺസ്മെൻറ്റ് ചെയ്താലൊക്കെ ഒന്ന് ഇൻഷാ അല്ലാ ഒക്കെ ഒന്ന് കിട്ടുമല്ലോ. എങ്കിലും നമ്മുടെ ഷാഹുൽ വാഫി വെറുതെ നിന്നില്ല. ഓരോ പള്ളികളും കയറി ഇറങ്ങി അവിടെയെല്ലാം ഒന്ന് സൂചിപ്പിച്ചു. ഫജർ നമസ്കാരത്തിന് ശേഷം അടുത്ത മഹലിൽ ലുഹർ കഴിഞ്ഞ് മറ്റൊരു പള്ളി, അസർ നിസ്കാരത്തിന് ശേഷം പഴയ രേഖകൾ നോക്കുന്ന ശ്രമം. ചില പള്ളികളിൽ പഴയ രജിസ്റ്ററുകളെല്ലാം തിരഞ്ഞു. അത് ഇവിടെ കുടുംബം വിട്ടുപോയ ആളുകളുടെ വിവരമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഒരു വൃദ്ധൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മക്കളെ, ഒരു അബൂബക്കറിനെ കുറിച്ച് എനിക്ക് അറിയാം, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പം അയാൾ എവിടെയെന്ന് അറിയില്ല. അദ്ദേഹം എവിടെയാണെന്നോ എന്നാണെന്നോ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം കാണാറേ ഇല്ല. ഒരു ചെറിയ സൂചന പോലും ഉസ്താദിന് പ്രതീക്ഷയായി. റബ്ബേ, അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ ഒരു പെണ്ണിനെ അവളുടെ പിതാവിനെ സമ്മാനിക്കുവാൻ കഴിയാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. അദ്ദേഹം പലരോടും സൗദയുടെ കഥ പറഞ്ഞു. ഒരു പെൺകുട്ടി തൻ്റെ ഉപ്പയെ അന്വേഷിക്കുന്നു, നാം സഹായിക്കണം. ചിലർ കരുണയോടെ കേട്ടു, ചിലർ ഫോൺ നമ്പർ നൽകി, ചിലർ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് മഗ്‌രിബിന് സമയമായപ്പോഴേക്കും അതാ ഉസ്താദ് പള്ളിയിൽ തിരിച്ചെത്തുന്നു. ഉസ്താദിനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ അതാ അന്നും സൗദക്ക് നോമ്പ് തുറക്കുവാനുള്ള ഈത്തപ്പഴങ്ങളും ഫ്രൂട്ട്സുകളും ജ്യൂസുകളും എല്ലാം ഉസ്താദ് വാതിൽ മുട്ടി നീക്കി വെച്ച് കൊടുക്കുന്നു. സൗദ, അവൾ പ്രതീക്ഷയോടെ, ഉപ്പയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയിട്ടില്ല, ഇൻഷാ അല്ലാ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചിരിക്കണേ, വൈകാതൊക്കെ ശരിയാവും ഇൻഷാ അല്ലാ കേട്ടോ, ഇതാ നോമ്പ് തുറക്കാനുള്ള. അങ്ങനെ അതാ അവളുടെ മുമ്പിലേക്ക് അത് നീക്കി വെച്ച് ഉസ്താദ് പോന്നു. അതെ, ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ആ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അല്പം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ നിമിഷങ്ങൾ, അതെ, ഭക്ഷണത്തിന് വേണ്ടി. എന്നാൽ ഇപ്പോഴിതാ സമൃദ്ധമായ ഭക്ഷണം എൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലാ. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അവൾ നോമ്പ് തുറന്നു. അല്ലാ, അതെ, നോമ്പ് കഞ്ഞിക്കുള്ള ആളുകളുടെ തിക്കും ബഹളമൊക്കെ കുറച്ച് മുമ്പ് കേട്ടിരുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി. അവൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണത്താൽ നോമ്പ് തുറന്നു. പടച്ച റബ്ബിനെ സ്തുതിച്ചു. അവൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അതെ, പള്ളിയിൽ തറാവീഹിൻ നമസ്കരിക്കുമ്പോൾ അവളും അത് ശ്രദ്ധിച്ച് കേൾക്കും, അവൾ അത് തുടരും. അങ്ങനെയൊക്കെയായിരുന്നു അവളുടെ നിസ്കാരം. എന്നാൽ തറാവീഹിന് ശേഷവും നല്ല ഭക്ഷണം അവിടെ എത്തുമായിരുന്നു. അതിൽ സൗദക്കുള്ളത് ഉസ്താദ് നീക്കിവെക്കും. അവളത് ആകാംക്ഷയോടെ കഴിക്കും, പടച്ച റബ്ബിനെ സ്തുതിക്കും. അവളുടെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ എൻ്റെ ഉപ്പ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഫൈസി ഉസ്താദ് പള്ളിയിൽ ജസ്റ്റ് ഒരു പ്രഭാഷണം നടത്തി. അബൂബക്കർ എന്ന പേരുള്ള ആളുകൾ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഞാനുമായൊന്ന് ബന്ധപ്പെടണം കേട്ടോ. ഉസ്താദ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഉണ്ടായിരുന്നു, മൂപ്പരൊക്കെ ഇപ്പം എവിടെ ആവോ. അങ്ങനെ എത്ര അബൂബക്കർമാർ ഉസ്താദെ, ചിലർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ചിലർ വിദേശത്ത് പോയിട്ടുണ്ട്, ചിലർ പലയിടത്തും പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആക്കാം ഇൻഷാ അല്ലാ. എന്നാൽ ഇഫ്താറിന് ശേഷം വീണ്ടും ചില ഫോൺ കോളുകൾ അതാ ഉസ്താദിന് കൂട്ടുകാർ വീണ്ടും വിളിക്കുകയാണ്. വാഫിസ്താദെ, അത് പിന്നുണ്ടല്ലോ, ചില അബൂബക്കർമാരൊക്കെ ഉണ്ട്, അതൊക്കെ എന്താ ഒന്നും അറിയില്ല, എന്നാലും 1-2 കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കുടുംബം കൂട്ടൊന്നും ഇല്ലാത്ത ആളുകളാണ് പലതും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്നാൽ അന്ന് തറാവീന് ശേഷം ഭക്ഷണ ശേഷം സൗദിയോട് ഉസ്താദ് പറഞ്ഞു, സൗദ മോളെ, ഞാൻ എന്നും പ്രതീക്ഷയോടെ നോക്കും, തിരക്കും, പക്ഷെ ഇന്ന് കിട്ടിയില്ല നാളെ കിട്ടില്ല എന്നർത്ഥമല്ല. അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. ചിലതൊക്കെ പടച്ച റബ്ബ് നമ്മെ പരീക്ഷിക്കും. എന്തൊക്കെ തന്നെയായാലും ധൈര്യം കൈവിടരുത്. നമ്മൾ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും എന്നാണല്ലോ കേട്ടോ. സൗദ തലകുനിച്ചു. ആ രാത്രി അവൾ കരഞ്ഞു. പക്ഷെ മുൻപത്തെ പോലെ നിരാശയോടെ അല്ല, ഒരു വിശ്വാസത്തോടെ. അന്വേഷണം തുടരുന്നു. ഓരോ മഹലിലും ഓരോ പള്ളിയും ഓരോ പരിചയക്കാരനും. അബൂബക്കർ എന്ന പേരിലുള്ള ഒരാളെ കണ്ടെത്താൻ ഇനിയും ഉത്തരമില്ല. പക്ഷേ ഉസ്താദ് നിർത്തിയില്ല. കാരണം അദ്ദേഹത്തിനറിയാം, ഒരാൾക്കായി ശ്രമിക്കുന്നത് ചിലപ്പോൾ ഉടൻ ഫലം തരില്ല, പക്ഷേ ആ ശ്രമം തന്നെ ഒരു ഇബാദത്താണ്. അവർ 2 പേരെയും, ഉപ്പയെയും മകളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ
ആഗ്രഹിക്കുന്നത്. റഹ്മാനെ, നീ ഇതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. അത് നെയ്യത്താണല്ലോ എല്ലാത്തിൻ്റെയും കാതൽ. സൗദ ഇപ്പോഴും ആ ചെറിയ മുറിയിൽ കാത്തിരിക്കുന്നു. വാതിൽ മുട്ടുന്ന ഓരോ ശബ്ദവും അവൾക്ക് പ്രതീക്ഷയാണ്. ഉസ്താദ് ഓരോ ദിവസം പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും ദുആ ചെയ്യുന്നു. യാ അല്ലാ, ഈ പെങ്ങളുടെ കണ്ണുനീര് നീ വെറുതെ ആക്കരുതേ അല്ലാ. അബൂബക്കറിനെ കണ്ടെത്താനാവുമോ, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ പൂർത്തിയാകുമോ? അതിൻ്റെ ഉത്തരമില്ല. വാഫി ഉസ്താദ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ആ ഒരു ഉസ്താദിൻ്റെ കരുതലും ആ ഒരു പെണ്ണിൻ്റെ പ്രതീക്ഷയും അള്ളാഹുവിലുള്ള വിശ്വാസവും ചേർന്നാൽ ഒരു നാൾ വാതിൽ വീണ്ടും മുട്ടും. ഭയത്തോടെയല്ല, സന്തോഷത്തോടെ. വാഫി പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, എല്ലാം അള്ളാഹു ശരിയാക്കി തരും, വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കൈദ്യാത്തയുടെ വീട്ടിൽ, അതായത് സൗദയുടെ ഉമ്മയുടെ വീട്ടിൽ, അവർ വളരെയധികം ഇപ്പോൾ പ്രയാസത്തിൽ തന്നെയാണ്. റമളാനിൽ അതാ നോമ്പ് തുറക്കുവാനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ എല്ലാം സെറ്റാക്കി. വീട്ടിൽ മഗ്‌രിബ് സമയത്തേക്കുള്ള തിരക്കുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ നിന്ന് സമൂസയുടെ മണവും പാത്രങ്ങളുടെ ശബ്ദവും ഓരോ പൊരികളുടെയൊക്കെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് വരുന്ന നിമിഷം. അതെ, എല്ലാ അടുക്കളകളിലും മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാം സെറ്റാക്കണമല്ലോ, അതിനുള്ള ഓട്ടപ്പാച്ചിൽ. അവിടെയും അങ്ങനെ തന്നെ അവർ നിൽക്കാതെ പണിയെടുക്കുകയാണ്. മധ്യവയസ്കയായ ആ ഒരു കുഞ്ഞിക്കതിയാത്താക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു റെസ്റ്റുമില്ല എന്ന് തന്നെ പറയാം. അടുക്കള വലിയ അടുക്കളയാണ്, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള അടുക്കളയാണ്. പക്ഷേ എങ്കിലും അവർക്ക് ഒറ്റക്കങ്ങട്ട് കഴിയുന്നില്ലായിരുന്നു. കാരണം പല പല ഐറ്റംസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് മകള് ഇട്ടിട്ട് പോയിട്ടുള്ളത്. അതെ, ഇന്ന് സമൂസ വേണം, കട്ട്ലറ്റ് വേണം, പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കിക്കോ, പിന്നെ കുറച്ചുകൂടെ ഫ്രൂട്ട്സൊക്കെ നല്ലോണം അധികം കട്ട് ചെയ്തോ, 2 ഐറ്റംസ് ജ്യൂസ് വേണം, പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ മറക്കണ്ട. അങ്ങനെ പല രീതിയിൽ മകള് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ കുഞ്ഞിക്കതിയാത്ത തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആ ചൂടത്ത് നിന്ന് അവർ കുഴങ്ങി എന്ന് തന്നെ പറയാം. ഉമ്മ കഴിഞ്ഞില്ലേ? 2 മക്കൾ അവളുടെ അരികിലേക്ക് വന്നു. ഇപ്പം കഴിയും മക്കളെ, ബാങ്ക് കൊടുക്കാനായി, ഞങ്ങൾ ടേബിളിൽ പോയിരിക്കട്ടെ. മരുമകൻ സത്താറും മകൾ ഹസീനയും ഡൈനിങ് ടേബിളിനരികിൽ വന്നു കയറി. അവിടെ ഇരുന്നു അവർ. പലഹാരങ്ങൾ, പഴങ്ങൾ, ജ്യൂസ് എല്ലാം മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ തീന്മേശയിലേക്ക് അതെല്ലാം കുഞ്ഞിക്കതിയാത്ത കൊണ്ടുപോയി വെച്ചു. ഒരു നിമിഷം ഒരു പ്രതീക്ഷ, ഇപ്പോൾ ബാങ്ക് കൊടുക്കുമല്ലോ, ഇന്ന് നോമ്പ് തുറക്കാൻ കുറേ ഐറ്റംസ് ഉണ്ട്, ഏതായാലും സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കാമല്ലോ എന്ന മനസ്സിൽ ചെറിയൊരു ചിന്തയും വന്നു. എന്നാൽ ആ ഉമ്മ അതാ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഹസീനയുടെ ശബ്ദം, ഉമ്മ നിങ്ങൾ അവിടെ ഇരിക്കണ്ട, മോശമാണ്, നിങ്ങൾ നീച്ചാൻ എവിടുന്ന്? അവർ ദയനീയമായി മകളുടെ മുഖത്തേക്ക് നോക്കി. അതേ, അങ്ങോട്ട് പോയിക്കാണ് എല്ലാവരും അടുക്കളയ്ക്ക്, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കണം, ഞാനും ഒരിക്കലും ഇവിടെ ഇരുന്നോളാം, ചെല്ലി അങ്ങോട്ട്. അങ്ങനെ അതാ ഇരുന്ന് അവർ ഹസീന എഴുന്നേൽപ്പിക്കുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാൻ ഇനിയുണ്ട് 5-8 മിനിറ്റ്, കുറച്ചും കൂടി അടുക്കളയിൽ പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ പോയി കഴിക്കാളേ. ആ ശബ്ദം കത്തി പോലെ കുത്തി കുഞ്ഞിക്കതിയുടെ നെഞ്ചിൽ. 2 ചെറിയ കുട്ടികളും മേശയിലേക്ക് ഇരുന്നിരുന്നു. എന്നാൽ ഉമ്മ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കും, കുട്ടികളങ്ങളൊക്കെ അടുക്കളയിലേക്ക് പോയിക്കോളി, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കാണ്ട്, അങ്ങോട്ട് പോയിക്കോളി നിങ്ങൾ. സത്താർ പറഞ്ഞു. അവിടെ ഇരുന്നോട്ടെ, അതിനെന്താ? അതേ, ഫോട്ടോത്തിലൊക്കെ പെടും, നിങ്ങൾ പോയിക്കാണെ അങ്ങോട്ട്. ശരിക്കും ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പലഹാരങ്ങളുമെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എന്നാൽ അത് പറഞ്ഞപ്പോൾ കുഞ്ഞിക്കതിയാത്ത പതുക്കെ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. മക്കളെ ഇങ്ങോട്ട് പോരി. കണ്ണീരിനെ മൂടി കുട്ടികളെ കൈപ്പിടിച്ച് അടുക്കളയിലേക്ക്. സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങൾ കുറച്ചുകൂടി കഴുകാനുണ്ട്. അവർ ആ പാത്രങ്ങൾ ഇനി നോമ്പ് തുറന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇരിക്കാൻ മോള് സമ്മതിച്ചില്ല. അങ്ങനെ ആ പാത്രങ്ങൾ വീണ്ടും കഴുകൽ തുടങ്ങുന്നു. ഒരു കാലത്ത് അവർ ശക്തി ഏറിയ ഒരു സ്ത്രീയായിരുന്നു. അതെ, സൗദയുള്ളപ്പോൾ എത്രമാത്രം അഹങ്കരിച്ചിരുന്നു ഞാൻ. മരുമകൻ്റെ ഗൾഫിൽ നിന്നുള്ള പണം വരവും എല്ലാം കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അള്ളാഹുവിനെ തന്നെ മറന്നു എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്വന്തം മോള് തന്നെ എന്നെ തള്ളിപ്പറയാണ്. എന്നാൽ
ആ മക്കളുടെ കൈകളിൽ ആ ഉമ്മ കുപ്പിയിൽ നിന്ന് ഓരോ ഈത്തപ്പഴത്തിൻ്റെ ചുളയെടുത്ത് കൊടുത്തു, വെള്ളം കൊടുത്തു. ഉമ്മ, ഞങ്ങൾക്ക് ജ്യൂസ് മതി, ഞങ്ങൾക്ക് പൊരിക്കടികൾ വേണം. മക്കളെ, അതൊക്കെ ഓല് തിന്ന് വേണ്ടി തിന്ന. എൻ്റെ കുട്ടികളിപ്പോൾ ഇത് കഴിക്കി. സങ്കടത്തോടെ വെള്ളവും ഈത്തപ്പഴും ആ മക്കളുടെ കൈകളിൽ കൊടുത്തു. അവർ അത് കണ്ണീരോടെ കയ്യിൽ പിടിച്ച് ഇരിക്കുന്നു. പെട്ടെന്ന് ഹസീനയുടെ ശബ്ദം, അല്ല, ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കിയില്ലേ? ഈ ഉമ്മാക്ക് എന്തിൻ്റെ കേടാത്? 2 ഐറ്റംസ് ജ്യൂസ് ഉണ്ടെന്ന് കരുതി തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പാടില്ല? അത് മോളെ, ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടല്ലോ എന്ന് കരുതി. എന്ത് ജ്യൂസ്? വേഗം ഉണ്ടായിക്കാണ് നിങ്ങൾ. എന്താന്നില്ലേ? ഇനിയിപ്പോൾ ചൂടാറി കിട്ടുമോ? വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. ഇതൊക്കെ എന്നും പറയണമെന്നുണ്ടോ? എന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളത് അറിയില്ലേ? സ്വന്തം മകളുടെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. എന്നാൽ കുഞ്ഞിക്കതിയാത്ത പെട്ടെന്ന് തന്നെ റവ എടുത്ത് പാലും അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം എടുത്തുകൊണ്ട് നെയ്യിൽ തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെയാണ് കുടിച്ചാളി എന്ന് പറഞ്ഞ് എങ്കിലും ചൂടോട് കൂടി അവരുടെ ഇടയിലേക്ക് ആ ടേബിളിലേക്ക് അത് കൊണ്ടുപോയി വെച്ചു. ഇതെന്തിനാ, തൊള്ള പൊള്ളിക്കാനാണോ? ഇതേക്കുറിച്ച് നേരത്തെ കാലത്ത് ചെയ്തൂടെ? വേണ്ട ഹസീന, നീ മിണ്ടാതിരിക്ക് എന്ന് സത്താറ് പറയുന്നുണ്ടെങ്കിലും എന്തായിക്ക് ഇതൊക്കെ അറിയുന്നതല്ല അമ്മക്ക്. അമ്മ കരുതി കൂട്ടി കാട്ടുകയാണ്. എന്താന്നില്ലേ, ഇതാ നിങ്ങൾ തന്നെ മുണുങ്ങിക്കോളി ഇത് എന്ന് പറഞ്ഞിട്ട് ആ തരിക്കഞ്ഞുണ്ടാക്കിയ ചെമ്പ് ഉമ്മാക്ക് നേരെ തന്നെ നീട്ടുന്നു. എന്നാൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഉമ്മ കണ്ണീരോടെ അവിടെ നിന്ന് അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുവന്നു. പാവം മക്കള് വെള്ളവും ഈത്തപ്പഴവും ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നു. ഇതാ മക്കളെ, ചെത്തി ബാക്കി വന്ന കുറച്ച് ഫ്രൂട്ട്സുകൾ, അതും അവർക്ക് നൽകുന്നു. തരിക്കഞ്ഞി പെട്ടെന്ന് ചൂടാറ്റി അതും കൊടുക്കുന്നു. ശരിക്കും ആ ഉമ്മ പഠിക്കുക തന്നെയുണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാലത്ത് ഞാൻ കഷ്ടപ്പെടുത്തിയതിന് പകരമായിട്ട് എനിക്ക് കിട്ടുക തന്നെയാണ് ഇത്. ഇവിടുന്ന് റബ്ബെ എങ്ങോട്ട് ഇറങ്ങി പോവാനാ എൻ്റെയും കുട്ടികളെയും കൈ പിടിച്ചുകൊണ്ട്? ഓർക്കിപ്പോൾ ഞങ്ങനെ ഇവിടുത്തെ എങ്ങനെയും ഇറങ്ങണം. എന്നാൽ പിന്നെ സുഖസമാധാനമായി. ഇത് സ്വന്തം അനിയത്തിമാരാന്നുള്ളൊരിത് പോലും അവൾക്കില്ല. അവർ ഭക്ഷണമെല്ലാം കഴിച്ചു എഴുന്നേറ്റു. എന്നാൽ ആ പിഞ്ചു മക്കൾ ബാക്കിയുള്ള പലഹാരങ്ങൾ തിന്നുവാൻ വേണ്ടി ഓടിച്ചെന്നു അങ്ങോട്ട്. എന്നാൽ ഹസീന പറഞ്ഞു, അതേ, തിന്നണേ കുഴപ്പമില്ല, നല്ലോണം ക്ലീൻ ചെയ്യണം, വീട് കേടെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് പോയി. എന്നാൽ അത് കണ്ട് ആ ഉമ്മ കണ്ണീരൊഴുക്കി. അവർ സന്തോഷത്തോടു കൂടി ആ പലഹാരങ്ങളിൽ ബാക്കി വന്നതെല്ലാം കഴിച്ചു. ഒരു ഗ്ലാസ് പോലും അവൾ മാറ്റി വെക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ ജ്യൂസും വെള്ളമെല്ലാം കുടിച്ച ആ ഗ്ലാസ്സുകളൊക്കെ ടേബിൾ തന്നെ ഇട്ട് പോയിട്ടുണ്ട്. രണ്ടുപേരും മുകളിലേക്ക് പോയി. കുഞ്ഞിക്കതിയാത്ത ഓരോ ഗ്ലാസും പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം സിങ്കിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അതെ, അവർ പാത്രങ്ങളെല്ലാം കഴുകാൻ തുടങ്ങി. ഏതാൽ നിസ്കരിച്ചിട്ട് വരാം, എന്നിട്ട് ചോറ് വെക്കാം. ചോറ് നേരത്തെ വെച്ചാലും ചീത്ത പറയും. അങ്ങനെ ചോറ് വെക്കലും മരുമകനുക്കുള്ള ചപ്പാത്തി ചുടലും എല്ലാം കൂടി ഇനി പണിയുണ്ട്. അതും ഉപ്പേരി വേണം, സാലഡ് വേണം, അത്താഴത്തിനും നല്ല കർശനം തന്നെയാണ്. എല്ലാം വേണം. ചെറിയ രീതിയിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ എന്തെങ്കിലും ഒരു മുരിങ്ങൻ്റെ ഇല താളിച്ചതും ഒരു ചോറും മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ വേറെ പലതും പറയുന്നുണ്ട്. യൂട്യൂബിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അതും ഉണ്ടാക്കി കൊടുക്കണം. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞങ്ങോട്ട് ചെയ്യിപ്പിക്കന്നെ. അല്ലാ, ഒരു ഭാഗത്ത് കാല് നീട്ടിരിക്കാൻ നല്ല പൂതിയുണ്ട്. അതിന് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് കഴിയണ്ടേ. അല്ലാ, ശരിക്കും കുഞ്ഞിക്കതിയാത്ത പെട്ടു എന്ന് തന്നെ പറയാം. എല്ലാം പുത്തൻ വീട് തറവാട്ടിൽ പോയിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞാലോ എന്ന് വരെ കുഞ്ഞിക്കതിയാത്താക്ക് തോന്നി തുടങ്ങി. കാരണം എൻ്റെ മക്കൾ ഞാൻ ഒറ്റപ്പെട്ട് പോവാണ്, അനാഥമായി പോവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി വേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? ശരിക്കും ആ രാത്രി അവർ കിടക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ചു. ഇത്ര വലിയ വീട്, കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, പക്ഷെ സമാധാനമില്ല. ഞാനിവിടുത്തെ ഒരു വേലക്കാരിയായി മാറിയല്ലോ റബ്ബേ. ഒരു കാലത്ത് മുതലാളിച്ചായി ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പം ഞാൻ വേലക്കാരത്തിൻ്റെ സ്ഥാനത്താണ്. പാവം എൻ്റെ സൗദക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. പക്ഷെ ആ സ്നേഹം എൻ്റെ രണ്ടാമത്തെ മോള് ഹസീനക്കില്ലല്ലോ. സൗദ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും പണിയെടുപ്പിക്കുമായിരുന്നില്ല. എൻ്റെ സൗദ ഞാൻ എടുക്കുമ്പോൾ മതിയമ്മ, ഞാൻ എടുത്തോളാം. അന്നാ റെജിനാൻ്റെ വീട്ടിൽ വരെ ഞാൻ പോകുമ്പോൾ ഓൾ എൻ്റെ കൂടെ വന്ന് സഹായിച്ചിരുന്നു.
അന്നൊക്കെ ഞാനും പാവമായിരുന്നു. പക്ഷെ പൈസ കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ അഹങ്കാരിയായി മാറി. ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ. എന്നാൽ പിറ്റേ ദിവസം അതാ സൗദയുടെ ഉമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആരോടെങ്കിലും മനസ്സിൻ്റെ ഇടങ്ങാറൊന്ന് പറയണം. അല്ലാ, അതെ, പള്ളിയിൽ ക്ലാസ് എടുക്കണ ഉസ്താദ്, അതിനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ആ ഉസ്താദിനോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ? എന്തെങ്കിലുമൊക്കെ ഒരു വഴി എന്നെക്കൊണ്ട് കഴിയണില്ല. അതെ, മകളുടെ വാക്കും ചീത്തയും കേട്ട് നിൽക്കാൻ. അങ്ങനെയാണ് അന്ന് നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ പള്ളിയുടെ ആ ഭാഗത്തേക്കായിട്ട് അവൾ പോവുകയാണ് കുഞ്ഞിക്കതിയാത്ത. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അങ്ങനെ അതാ, ഫൈസി ഉസ്താദെ, നിങ്ങളെ കാണുവാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉസ്താദിനോട് കാര്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നത് അറിയുമായിരുന്നു അവർക്ക്. അങ്ങനെയതാ ഉസ്താദിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ആ പറയ്, ഞാൻ കുറച്ച് അപ്പുറത്തുനിന്നാണ്. ആ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. മുഖം മറച്ചുകൊണ്ടായിരുന്നു അവർ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വന്നത്. അതായത് ഉസ്താദേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചെയ്ത പാപങ്ങൾ, കുറേ ഞാൻ പാപങ്ങൾ ചെയ്തേക്കണ്. ഈ പുണ്യ റമദാൻ മാസത്തിലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതെ, എനിക്കതിൻ്റെ ശേഷം ഭയങ്കര ഇടങ്ങാറാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ ഇതെല്ലാം? എൻ്റെ മക്കൾ പോലും എന്നെ ബഹുമാനിക്കണില്ല. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് എന്നെ കാണുന്നത്. ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾ മക്കളെന്താ പറയുന്നത്? അതെൻ്റെ മോളെ കൂടെ ഞാൻ താമസിക്കണേ. മോളും ഭർത്താവും ഉണ്ട്. അവരെന്നെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. വീട്ടിലെ ജോലികൾ മുഴുവൻ എടുപ്പിക്കുകയാണ്. എന്താ ഉസ്താദെ ഞാൻ ചെയ്യാം? നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരി. ആ, അത് സാരല്ല, ഉസ്താദ് ശാന്തമായി പറഞ്ഞു. അള്ളാഹു പരീക്ഷിക്കുന്നു. അതായത് നമ്മൾ അള്ളാഹു പരീക്ഷിക്കും പല രീതിയിലും. സമ്പത്ത് നൽകിയിട്ട് പരീക്ഷിക്കും, മക്കളെ നൽകിയിട്ട് പരീക്ഷിക്കും ഒക്കെ. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട്. ആ ഒരു കഥയുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ 2-3 മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 3 ആളുകളുടെ കഥ. ഒരു കണ്ണ് പൊട്ടനും വെള്ളപ്പാണ്ടുള്ള ആളും അതുപോലെ ചെവി കേൾക്കാത്ത, സംസാരം കഴിയാത്ത ഒരാളും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവുന്ന തന്നെ കഴിയുന്നതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും വിഷമിക്കണ്ട. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പടച്ച റബ്ബിനോട് നമ്മൾ കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ദോഷമൊക്കെ നമുക്ക് പുറത്തു തരും, പ്രതിഫലം നമുക്ക് ലഭിക്കും. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളുടെ മനസ്സ് ക്ലിയറായി നല്ലതായി വരുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രാർത്ഥനയും പ്രവൃത്തിയാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഓപ്ഷന്. ഉസ്താദ് ശാന്തമായി പറഞ്ഞു. അള്ളാഹു പരീക്ഷിക്കും. അതെ, നമ്മൾ അതിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പലതും നിന്ന് പരീക്ഷിക്കും. സമ്പത്ത് തരും, മക്കൾ തരും, എല്ലാം തരും. അതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി തൗബ ചെയ്യുമ്പോഴേ അവൻ്റെ വാതിൽ തുറന്നിരിക്കും. നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അത് ഹൃദയം ശുദ്ധമാക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിപ്പിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് പോയി മാപ്പ് പറയുന്നത് വേണം. എന്നാൽ കുഞ്ഞിക്കതിയാത്ത കരഞ്ഞു. റബ്ബേ, ഞാൻ അഹങ്കരിച്ചു, മറ്റുള്ളവരെ അപമാനിച്ചു. ഇന്ന് എൻ്റെ വാക്കുകളുടെ ഭാരം ഞാൻ തന്നെയാണ് ചുമക്കുന്നത്. അത് ഞാൻ ആ സൗദിയുടെ നവാസിൻ്റെ ഉമ്മയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു റബ്ബേ. അല്ലാ, അവരോട് പോയി മാപ്പ് പറയണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. എന്നാലും അത് പോവുകയാണെങ്കിൽ ആദ്യം പോവേണ്ടത് പുത്തൻവീട് തറവാട്ടിലേക്കാണ്. കുഞ്ഞിക്കതിയാത്ത മാപ്പ് പറയുവാൻ വേണ്ടിയിട്ട് പുത്തൻ വീട്ടിലേക്ക് പോകുമോ? എന്നാൽ തൻ്റെ മകളെ നഷ്ടപ്പെട്ട കാര്യം ഐഷുമ്മയോട് പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.